ഇന്ന് രാത്രി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മുട്ടൻ വഴക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ എടുത്തു പറയേണ്ടത് ബിൻസി അനുമോൾ തമ്മിൽ തന്നെയാണ്. ഈ അപ്പാനി ശരത്തും ബിൻസിയും വെച്ചുകൊണ്ട് അനുമോൾ സംസാരിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെ പുറത്തിറങ്ങിയ ശേഷം ബിൻസിക്ക് അത് വിഷയമായിരുന്നു. അത് ഈ ബിൻസി ഇന്നലെ പറഞ്ഞ കാര്യമാണ്, പക്ഷെ അതിൽ നിന്നും അനുമോൾ ഒഴിഞ്ഞു മാറിയിരുന്നു ഉത്തരവില്ലാതെ. പക്ഷെ ഇന്നത് ബിൻസി വീണ്ടും എടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ വിഷയമല്ല, അനീഷിനെ കുറിച്ചാണ് ആദ്യം സംസാരിച്ചത്. അതായത് അനീഷിനെ കയ്യും കലാശവും ഒക്കെ കാണിച്ച് ഇച്ചായ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ലവ് സിമ്പലും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്ത രീതി. അപ്പൊ അനു പറയുന്നു അത് തമാശയാണെന്നുള്ള തരത്തിൽ. അപ്പോ അപ്പാനിശരത്ത് ഉടനെ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞ് തമാശ എന്നുള്ള രീതിയിൽ. അപ്പൊ ബിൻസി തന്നെ എടുത്തു പറയുന്നു അനു കാണിച്ചാൽ അത് തമാശ, ബാക്കിയുള്ളവർ കാണിച്ചാൽ അത് മോശമല്ലേ എന്നുള്ള തരത്തിൽ. അപ്പൊ അനു പറയുന്നു നീ അപ്പാനിയുടെ അടുത്ത് പോയിരിക്കുന്നതും അപ്പാനിയുടെ കൈ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതും എന്നൊക്കെ തരത്തിൽ അനു പറയുന്നു. അപ്പൊ അക്ബർ പറയുന്നു ഒരാളുടെ കൈ പിടിച്ചാൽ എന്താണ് പ്രശ്നം, അത് നീ പറയല്ലേ എന്നുള്ള തരത്തിൽ അക്ബർ പറയും. അപ്പൊ ആദില പറയുന്നു ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനത്തെ വർത്തമാനം പറയുമെന്നുള്ളത്, നുണച്ചി എന്നുള്ള തരത്തിൽ ആദില. ബിൻസി അപ്പൊ പറയുന്നു ഞാനിവിടെ ഉള്ളപ്പോഴെങ്ങാനും ആയിരുന്നു നിങ്ങൾ ഈ ചെറ്റ വർത്തമാനം ഇവിടെ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ കൈ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളായിരുന്നു എന്ന് ബിൻസി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ബിൻസി പച്ചയ്ക്ക് പറയുവാണ് നിന്റെ കഴിവ് കൊണ്ടല്ല നീ ഇവിടെ ഇരിക്കുന്നത്, പുറത്ത് നീ പൈസ എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള തരത്തിൽ ബിൻസി പറയും. അപ്പൊ മറുപടി ഇല്ലാത്ത കണക്ക് അനു അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് രാത്രി നല്ലൊരു മുട്ടൻ വഴക്ക് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ അനുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്ലൈ, അതിൽ അനീഷിന്റെ കാര്യം അനു തമാശയാണ് എന്നുള്ള തരത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ബിൻസി അപ്പാനി കാര്യം വന്നപ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലാക്കിയത്. അവിടെ ശരിക്കും പറഞ്ഞാൽ അനു പെട്ടുപോയി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അനു കാണിക്കുന്നത് തമാശ, ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അതിനെ വേറൊരു രീതിയിലോട്ട് വ്യാഖ്യാനിച്ചെടുക്കുക. അത് ഇനിയിപ്പോ ലൈവ് കാണുമ്പോഴത്തേക്കും രാത്രി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും സംഭവം ഇന്ന് നല്ല രീതിക്കുള്ള ഒരു അടി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ലൈവ് കണ്ടു തന്നെ മനസ്സിലാക്കാം.